സുരഭി അവിടെ നിന്നേ, ഒരു കാര്യം ചോദിക്കട്ടെ. അതെ, നീ ആരോടെങ്കിലും ഒക്കെ പൈസ കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിലേ അതിന് ഈ കോമ്പൗണ്ടിൽ കയറി ഇറങ്ങി കിടന്നിട്ടുള്ള പരിപാടി അത് ശരിയാവില്ല. അതിന്റെ പേരും പറഞ്ഞ് ആരും എന്റെ വീട്ടിൽ വരികയും വേണ്ട, പോവുകയും വേണ്ട. ഞാൻ ഈ അവസ്ഥയിലാവാൻ കാരണം ആരാ? അമ്മ തന്നെയാണ്. അപ്പൊ കുറച്ച് നാണക്കേട് സഹിച്ചാലും വേണ്ടൂല. ഞാൻ എന്തോ ചെയ്താ നീ പറയുന്നേ? അമ്മ ഒന്നും ചെയ്തില്ലല്ലേ? എന്തോ ചെയ്തു? അമ്മ എന്താ ചെയ്തത് ഞാൻ കാണിച്ചു തരാം. കേക്ക്, എനിക്കറിയാത്ത ഒരാള് എനിക്കെടുത്ത് അയച്ചതാ. അറിയാത്ത ഒരാള്? കേക്കട്ടെ. നിന്റെ ബിസിനസ് തകർക്കാൻ നിന്റെ എല്ലാമായ അമ്മായിയമ്മ പണി തുടങ്ങി കഴിഞ്ഞു. സൂക്ഷിക്കുക, അവരുടെ ചാരൻ നിന്റെ സാമ്രാജ്യം കൊളം തോളും. ഇപ്പൊ എന്ത് പറയുന്നു? എന്റെ കൊച്ചെ, എനിക്ക് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇത് ആരോ എന്തൊക്കെയോ നിന്നോട് കാണിക്കുന്നത് എനിക്കറിയാൻ വയ്യ. അമ്മയുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് അമ്മ ഇനി ഒന്നും അറിഞ്ഞുകൂടന്നേ അമ്മ പറയുള്ളൂ. അത് ശരി. പിന്നെ ഒരു കാര്യം, ആ പൈസ കൊടുക്കാനുള്ള ആൾക്ക് ഞാൻ പൈസ അയച്ചു കൊടുത്തിട്ടാണ് വരുന്നത്. നല്ല കാര്യം. അയാൾ ഇവിടെ കൊണ്ടുവന്ന് പിരിയേറ്റി സംസാരിപ്പിച്ചതൊക്കെ ആരാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അയാൾക്കുള്ളത് ഞാൻ കൊടുക്കുകയും ചെയ്യും. നോക്കിക്കോ. ചുമ്മാ ഇരിക്കുന്ന നമ്മളെ പിടിച്ചിടയിലിടുക പ്രതിയാക്കി. അമ്മയോട് ഇത്രയൊക്കെ പറയാൻ അവള് വളർന്നോ അമ്മേ? എന്തൊരു അഹങ്കാരം അല്ലേ അമ്മേ? അല്ല, ഇതാരാണ് ചെയ്യിച്ചതെന്ന് എനിക്കറിയാം എന്നൊക്കെ അവള് പറയുന്നുണ്ടല്ലോ. ആരായിരിക്കും ഇതിന്റെ ഇടയിൽ കിടന്ന് കളിക്കുന്നത്? അതൊന്നും അറിയണമല്ലോ. നീ എന്താ ഇവിടെ? ചന്ദ്രഹാസത്തിലെ സ്വത്തിന് വേണ്ടിയിട്ട് നിങ്ങളും നിങ്ങളെ അമ്മയും കൂടെ നടത്തുന്ന നാറിയ കളികളുണ്ടല്ലോ, അത് ഞാൻ കുറെ നാളായിട്ട് കണ്ടോണ്ടിരിക്കുക. ഇനി ആ കളിയിലോട്ട് എന്നെ പിടിച്ചിടാൻ നോക്കിക്കഴിഞ്ഞ എന്റെ പൊന്നു മോളെ ലക്ഷ്മി, പേടിക്കണ്ട. ഇത് ഞാനേ നിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതല്ല. സഹി കെട്ടാൻ ഞാൻ എന്താ ചെയ്യുന്നെന്ന് എനിക്ക് എന്നെ അറിയത്തില്ല. മോളെ സുരഭി, ഞാൻ നിന്റെ ചേച്ചിയാ. ആ ഒരു ഓർമ്മ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പൊ അത് ചെയ്യാത്തത്. എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. പിന്നെ ഈ തോക്ക് കണ്ട കാര്യം ഈ വീട്ടിലുള്ള ആരെങ്കിലും അറിഞ്ഞാൽ? ഇല്ല. അറിഞ്ഞാ പിന്നെ നിങ്ങൾ ഉണ്ടാവത്തില്ല. അറിയില്ല. If I decide, I don't hear me. Okay?